ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വർക്കൗട്ട് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ്. നിങ്ങൾക്കൊരു 2 ഡംബൽസിൻ്റെ ആവശ്യം ഈ ഒരു വർക്കൗട്ടിനകത്തുണ്ട്. അപ്പം നമ്മുടെ ഫുൾ ബോഡിക്കുള്ള വർക്കൗട്ടാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും നിങ്ങളുടെ ആ ജോയിൻസൊക്കെ നല്ല കരുത്തുറ്റതാക്കി മാറ്റാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് വർക്കൗട്ടുകളെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ഡംബൽസ് എടുക്കുക. നമ്മൾ ആദ്യം ബൈസെപ്സ് കേളാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ബൈസെപ്സ് കേൾ ചെയ്യാം. അപ്പം ബൈസെപ്സ് കേൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സാവധാനത്തിൽ താഴോട്ട് വെയിറ്റ് കൊണ്ടുവരിക. ഓക്കെ, ഇതേ കണക്ക് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ നിങ്ങൾക്കൊരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് കോമ്പൗണ്ട് വർക്കൗട്ടുകളും അതിനൊക്കെ തന്നെ നമ്മുടെ കാലിസ്തനിക്സ് വർക്കൗട്ടും കൂടെ ഉൾപ്പെട്ട ഒരു വർക്കൗട്ട് രീതിയാണ്. നിങ്ങളുടെ മസിൽ ലോസൊക്കെ തടയാൻ സഹായിക്കുന്ന വർക്കൗട്ട് രീതിയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഡംബൽ വെച്ചിട്ട് ബൈസെപ്സ് കേൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ വെച്ച് നമ്മുടെ ഷോൾഡർ പ്രസ്സാണ്, ഡംബൽ ഷോൾഡർ പ്രസ്സ്. ഓക്കെ, അതിന് നമുക്ക് ഡംബൽ ഇതേപോലെ എടുക്കാം. അതിനുശേഷം ഇതേപോലെ മുകളിലേക്ക് ഉയർത്തുക. സാവധാനത്തിൽ ഇതേപോലെ ഫുള്ളായിട്ട് താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 15 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, 15 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾ 3 സെറ്റ് ചെയ്യുക. നിങ്ങൾ ഡംബൽ താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. മുകളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ബ്രീത്തിങ്ങും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ കണക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഷോൾഡറിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഈ ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മിക്കവാറും പുരുഷന്മാർക്കൊക്കെ സംഭവിക്കുന്നതാണ് ഈ മസിൽ ലോസ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ട് കൂടിയാണ്. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. ഓക്കെ, പുഷപ്സ് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീ പുഷപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കോർ മസിലൊക്കെ ടൈറ്റ് ചെയ്യുക. ചെസ്റ്റ് മസിലൊക്കെ നല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ എൽബോ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പം താഴോട്ട് വരുന്ന സമയത്ത് പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് താഴോട്ട് വരിക. മുകളിൽ ചെന്നിട്ട് നിങ്ങൾ അപ്പ് ചെയ്യുക. ഓക്കെ, മുകളിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റിനെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ ലോക്ക് ചെയ്യുക. സാവധാനത്തിൽ താഴോട്ട് വരിക. ഓക്കെ, ഇത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ചെസ്റ്റിന്, നിങ്ങളുടെ ട്രൈസെപ്സിന്, നിങ്ങളുടെ ബാക്ക് മസിലിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു 15 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾക്കൊരു 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ 4മത്തെയായിട്ട് ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറയുന്നത് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഗ്ലൂട്ട് ബ്രിഡ്ജ് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഫ്ലോറിൽ കിടന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഞാൻ ഈ വെച്ചിരിക്കുന്ന പോലെ വെക്കുക. അതിനുശേഷം കൈ താഴെ ഇതേപോലെ വെക്കാം. അതിനുശേഷം നിങ്ങളുടെ ഹിപ്പ് ഭാഗം, നിങ്ങളുടെ അരക്കെട്ട് ഭാഗം ഇതേപോലെ നമുക്ക് മുകളിലോട്ട് ഉയർത്തി കൊടുക്കാം. സാവധാനം താഴോട്ട് വരിക. ഇതേപോലെ ഉയരാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ബ്രീത്തിങ് എന്ന് വെച്ചാൽ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക, നമ്മുടെ നോർമൽ പൊസിഷൻ. നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ലോവർ ബാക്കിന്, നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ്. ഇത് നിങ്ങൾക്ക് ഒരു 15 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ആവർത്തിക്കാം. ഓക്കെ, എല്ലാ വർക്കൗട്ടുകളും വളരെ സാവധാനം കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് മൂവ്മെൻറ്റായ നമ്മുടെ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നിൽക്കാം. അതിനുശേഷം ഡംബൽ ഇതേപോലെ പിടിച്ചതിന് ശേഷം നിങ്ങൾ വളരെ സാവധാനത്തിൽ താഴോട്ട് വരാം. ഇതേപോലെ കണ്ടില്ലേ, ഇതേ കണക്കിരിക്കണം നിങ്ങളുടെ ബോഡി പോസ്ചർ എന്ന് പറയുന്നത്. അപ്പ് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് താപ്പോട്ട് ഇതേ കണക്ക് വരാം. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഒരു 15 പ്രാവശ്യം വെച്ച് നിങ്ങൾക്കൊരു 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്, അത് കണക്ക് തന്നെ ബാക്ക് മസിലിന് നല്ല രീതിയിൽ പ്രയോജനം തരുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതിൻ്റെ ബ്രീത്തിങ് എന്ന് പറയുന്നത് നിങ്ങൾ നോർമൽ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കണ്ടില്ലേ, ബ്രീത്ത് ഇൻ ആൻഡ് പതുക്കെ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബ്രീത്തിങ് രീതി എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ 15 പ്രാവശ്യം വെച്ച് 3 സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത നിങ്ങളുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾക്ക് വേണ്ടിയുള്ള ബാക്ക് ലഞ്ചസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം. അതിനുശേഷം ഒരു കാല് ഇതേപോലെ ബാക്കിലോട്ട് വെച്ച് ഇതേ കണക്ക് ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അടുത്ത കാല് ബാക്കിലോട്ട് വെക്കാം. ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ തൈ മസിലും നമ്മുടെ ഹാംസ്ട്രിങ്ങിനും ഗ്ലൂട്ട്സിനും ഒക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്.
അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ 15 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഒരു കാലിലാണ് 15 പ്രാവശ്യം ചെയ്യേണ്ടത്. നിങ്ങൾ താഴോട്ട് ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. നിങ്ങൾ അപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആവുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ബോഡി പോസ്ചർ കൃത്യമാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ടായിട്ടുള്ള നമ്മുടെ എൽബോ പ്ലാങ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഫോറാം പ്ലാങ്ക് എന്നൊക്കെ പറയും. ഓക്കെ, ഫോറാം പ്ലാങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ വരാം. ബോഡി പോസ്ചർ കൃത്യമാക്കാൻ സഹായിക്കുന്ന, നിങ്ങളുടെ കോർ മസിലിനെ നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഷോൾഡറിൻ്റെ ആ ഒരു സ്ട്രെങ്തൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. വളരെ നല്ല വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഇത് ചെയ്യാം. ബോഡി നല്ല പാരലായിരിക്കണം. നിങ്ങൾക്ക് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. ഈ വർക്കൗട്ട് നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അത്ര സമയത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കുക. നിങ്ങളുടെ കോർ മസിലൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അതിനുശേഷം അതേപോലെ നിങ്ങൾ ഒരു 3 സെറ്റ് ആവർത്തിക്കുക. നല്ല വർക്കൗട്ടാണ്. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിനകത്ത് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വളരെയേറെ ഉപകാരങ്ങളുള്ള വർക്കൗട്ട് രീതിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ അടുത്ത കോമ്പൗണ്ട് മൂവ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചെസ്റ്റ് പ്രസ്. ഓക്കെ, ഡംബൽ ചെസ്റ്റ് പ്രസ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ്. അതിന് നിങ്ങൾക്ക് ഇതേ കണക്ക് ഫ്ലോറിൽ കിടക്കാം. നിങ്ങൾക്ക് ബെഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഞ്ചിൽ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ അനുയോജ്യം. ഇതേ കണക്ക് നിങ്ങൾക്ക് പതുക്കെ താഴോട്ട് കൊണ്ടുവരാം. അതിനുശേഷം മാക്സിമം അപ്പ് ചെയ്യുക. ഫുള്ളായിട്ട് നിങ്ങളുടെ കൈ നേരെ ആവണം. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ ചെസ്റ്റിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക. നിങ്ങളുടെ ട്രൈസെപ്സിനും നല്ലൊരു വർക്കൗട്ടാണിത്. അപ്പ്, പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പ്, ബ്രീത്ത് ഔട്ട്. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് 15 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ആവർത്തിക്കാവുന്നതാണ്. ഇതിനകത്ത് ഞാൻ വളരെ കുറച്ച് വർക്കൗട്ടുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും വർക്കൗട്ടുകളുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത ഒരു പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടായിട്ടുള്ള നമ്മുടെ കാഫ് റൈസ്, സ്റ്റാൻഡിങ് കാഫ് റൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടിലോട്ട് പോകാം. അതിന് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാം. ഓക്കെ, ഇതേ കണക്ക് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാം. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. വളരെ സാവധാനം താഴോട്ട് വരിക. ഇത് നമ്മുടെ കാഫ് മസിലിന് സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. കാലിലോട്ടുള്ള രക്തപ്രവാഹമൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾക്കത് 20 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ആവർത്തിക്കാം. ഇതോടുകൂടി നിങ്ങളുടെ ആ ഒരു ഫുൾ ബോഡിക്കുള്ള വർക്കൗട്ട്, ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷ് ആയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് ആഴ്ചയിൽ 3 ദിവസം ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ദിവസമൊന്നും ഇപ്പം നടക്കാൻ പോകുന്ന ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം ഈ വർക്കൗട്ട് ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വാക്കിങ്ങിനായിട്ടും പോവുക. വീഡിയോ ഇഷ്ടമെങ്കിൽ